നിയമനവുമായി ബന്ധപ്പെട്ട് പരസ്യ സമരങ്ങളിലേക്ക് അടക്കം പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മന്ത്രി നേരിട്ടെത്തി മറ്റെന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? അല്ല, ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെയും ദിവസവേതനത്തിലും ഒക്കെ കഴിയുന്നു എന്നുള്ളത് അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല. അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളെന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനേതായാലും വളരെ ഭാവാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം മന്ത്രിസഭ നടത്തുന്നു. ആദരണീയനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ അവർ ഉന്നതതല യോഗം ചേർന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും എന്നുള്ള ആ ഒരു വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആശ്വാസകരമാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യവും. ആ രീതിയിൽ ഗവൺമെൻറ് പ്രതികരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എന്തോ അത് തീർച്ചയായിട്ടും സർക്കാർ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്തോ എല്ലാ പാർട്ടികളും ഈ മേഖലയിൽ സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവരാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട്. സംവരണം നടപ്പാക്കാതെ മറ്റു നിയമനങ്ങൾ നടത്തേണ്ടെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെതിരെ സഭയിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു, പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അനുനയത്തിന്റെ ഭാഗമായി ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ആർച്ച് ബിഷപ്പിനെ അടക്കം സന്ദർശിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.